കേരളത്തിലെ മദ്യനയവും ബാറുകളുടെ എണ്ണവും എപ്പോഴും വലിയ ജനശ്രദ്ധയും രാഷ്ട്രീയ ചർച്ചകളും ആകർഷിക്കുന്ന വിഷയങ്ങളാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള ബാറുകളുടെ എണ്ണം 903 ഉയർന്നുവെന്ന എക്സൈസ് വകുപ്പിന്റെ ഔദ്യോഗിക വിവരാവകാശ രേഖകൾ പുറത്തുവന്നതോടെ ഈ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. എറണാകുളം കാക്കനാട് സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല സമർപ്പിച്ച അപേക്ഷയ്ക്ക് എക്സൈസ് വകുപ്പ് നൽകിയ മറുപടിയിലാണ് കേരളത്തിലെ മദ്യവിപണിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഈ കണക്കുകളുള്ളത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അടിത്തറയിൽ മദ്യവിൽപ്പനയ്ക്കുള്ള സ്വാധീനവും അതേസമയം അത് സമൂഹത്തിലുണ്ടാക്കുന്ന ചലനങ്ങളും ഈ കണക്കുകളിലൂടെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നൊരു ഘട്ടത്തിൽ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മാർഗങ്ങളിലൊന്ന് മദ്യവിൽപ്പനയും അതിൽ നിന്നുള്ള ലൈസൻസ് ഫീസുമാണ്. നിലവിൽ സംസ്ഥാനത്തൊരു ബാർ നടത്തുന്നതിനുള്ള വാർഷിക ലൈസൻസിൻ്റെ ഫീസ് 35 ലക്ഷം രൂപയാണ്. സംസ്ഥാനത്താകെ 903 ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന കണക്കിൽ നിന്ന് മാത്രം ലൈസൻസ് ഫീസിൽ പ്രതിവർഷം എത്ര വലിയ തുകയാണ് എക്സൈസ് വകുപ്പിലേക്ക് എത്തുന്നതെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ 2021 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് 31 വരെയുള്ള കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ലൈസൻസ് ഫീസിൽ സർക്കാരിലേക്ക് ലഭിച്ച ആകെ തുകയുടെ ഓരോ വർഷവും ലഭിച്ച തുകയുടെയും കൃത്യമായ വിവരങ്ങൾ എക്സൈസ് ആസ്ഥാനത്തു നിന്നും നേരിട്ട് നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഈ വിവരങ്ങൾ ശേഖരിച്ച് അപേക്ഷകന് നേരിട്ട് ലഭിക്കുന്നതിനായി നിലവിലുള്ള എല്ലാ എക്സൈസ് ഡിവിഷൻ ഓഫീസുകളിലേക്കും പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാർക്ക് അപേക്ഷ അയച്ചു നൽകിയിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതാത് ഡിവിഷൻ ഓഫീസുകളിൽ നിന്നും ഈ വിവരങ്ങൾ അപേക്ഷകന് നേരിട്ട് ലഭ്യമാക്കുമെന്നും മറുപടിയിൽ പറയുന്നു. പ്രാദേശിക തലത്തിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി വരുമ്പോൾ മാത്രമേ ഈ മേഖലയിൽ നിന്നുള്ള കൃത്യമായ സാമ്പത്തിക സമാഹരണം എത്രയെന്ന് പൂർണ്ണമായി വിലയിരുത്താൻ കഴിയൂ. എക്സൈസ് വകുപ്പ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കേരളത്തിൽ ജില്ലാടിസ്ഥാനത്തുള്ള ബാറുകളുടെ എണ്ണത്തിൽ വലിയ അസമത്വമുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, നഗരവൽക്കരണം, ജനസാന്ദ്രത എന്നിവയ്ക്കനുസരിച്ചാണ് ബാറുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബാറുകൾ പ്രവർത്തിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. കൊച്ചി എന്ന മെട്രോ നഗരത്തിൻ്റെ സാന്നിധ്യവും സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം IT വ്യവസായ ഹബ്ബ് എന്ന പദവിയും ഇതിന് കാരണമാണ്. രാത്രികാല വിനോദങ്ങളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോട്ടലുകളും വർദ്ധിച്ചതോടെ എറണാകുളത്തെ ബാറുകളുടെ എണ്ണം 211 എന്ന വലിയ സംഖ്യയിലെത്തി. പട്ടികയിൽ 2ാം സ്ഥാനത്തുള്ള തൃശ്ശൂരിൽ 116 ബാറുകളും 3ാം സ്ഥാനത്തുള്ള തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് 98 ബാറുകളുമുണ്ട്. സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും തിരുവനന്തപുരത്തെ ഭരണകേന്ദ്രവും വിനോദസഞ്ചാര മേഖലകളും ഈ ഉയർന്ന സംഖ്യയെ സ്വാധീനിക്കുന്നു. കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിലും ബാറുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ആലപ്പുഴയിലെ കുട്ടനാടൻ ടൂറിസവും ഹൗസ് ബോട്ട് മേഖലയും ബാറുകളുടെ എണ്ണത്തെ സ്വാധീനിക്കുമ്പോൾ കോട്ടയത്തും കൊല്ലത്തും ഉയർന്ന ജനസാന്ദ്രതയും മദ്യ ഉപഭോഗ നിരക്കും ഇതിന് കാരണമാകുന്നു. വടക്കൻ കേരളത്തിലേക്ക് കടക്കുമ്പോൾ ബാറുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് കാണാം. പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട് എന്നിങ്ങനെയാണ് മലബാർ മേഖലയിലെ കണക്കുകൾ. സാമൂഹിക സാംസ്കാരികമായ കാരണങ്ങളാൽ മലപ്പുറം പോലുള്ള ജില്ലകളിൽ ബാറുകളുടെ എണ്ണം ജനസംഖ്യാനുപാതമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവാണ്. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ബാറുകൾ പ്രവർത്തിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ്, വെറും 11 എണ്ണം മാത്രം. വിനോദസഞ്ചാര മേഖലകളുടെ കുറവും മറ്റ് കർണാടക അതിർത്തി പ്രദേശങ്ങളുമായുള്ള സാമീപ്യവും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ബാറുകളുടെ എണ്ണം 903 ഉയർന്നത് കേവലം ഒരു സാമ്പത്തിക നേട്ടമായി മാത്രം കാണാൻ കഴിയില്ല. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കും ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിനും ഇത് അനുകൂലമായ ഘടകമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. കേരളത്തിലേക്ക് എത്തുന്ന അന്താരാഷ്ട്ര ആഭ്യന്തര സഞ്ചാരികൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇത്തരം മദ്യശാലകളുടെ സാന്നിധ്യം ആവശ്യമാണെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. കൂടാതെ വ്യാജമദ്യ ദുരന്തങ്ങൾ തടയുന്നതിനും നിയന്ത്രണാതീതമായ രീതിയിൽ ഗുണനിലവാരമുള്ള മദ്യം ലഭ്യമാക്കുന്നതിനും ഔദ്യോഗിക ബാറുകൾ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ മറുവശം കടുത്ത സാമൂഹിക ആശങ്കകളാണ് ഉയർത്തുന്നത്. ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് യുവതലമുറയ്ക്കിടയിലും പൊതുസമൂഹത്തിലും മദ്യപാനശീലം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഇത് മദ്യവിരുദ്ധ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കുടുംബ ബഡ്ജറ്റുകളെ ബാധിക്കുന്ന സാമ്പത്തിക തകർച്ചകൾ, വർദ്ധിച്ചുവരുന്ന റോഡപകടങ്ങൾ, മദ്യപാനത്തെ തുടർന്നുള്ള ഗാർഹിക പീഡനങ്ങൾ എന്നിവയെല്ലാം ഇതിൻ്റെ ദൂഷ്യഫലങ്ങളാണ്. കേരളത്തിലെ ബാറുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഈ വിവരാവകാശ രേഖകൾ സംസ്ഥാനത്തിൻ്റെ നിലവിലെ നയപരമായ ദിശാസൂചനയാണ് നൽകുന്നതും. ഒരു വശത്ത് സർക്കാരിന് ലഭിക്കുന്ന ഭീമമായ വരുമാനവും ടൂറിസം മേഖലയുടെ ആവശ്യങ്ങളും നിലനിൽക്കുമ്പോൾ മറുവശത്ത് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളിയായി തുടരുന്നു. മദ്യലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന പ്രഖ്യാപനങ്ങൾക്കിടയിലും
ബാറുകളുടെ എണ്ണം 903 എത്തിയത് കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങളുടെയും ബോധവൽക്കരണത്തിൻ്റെയും ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വരുമാനത്തിനപ്പുറം ജനങ്ങളുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സമഗ്ര മദ്യനയം രൂപീകരിക്കാൻ ഇത്തരം കണക്കുകൾ അധികാരികൾക്കൊരു പുനർചിന്തനത്തിനുള്ള അവസരമായി മാറേണ്ടതുണ്ട്.